പ്രതിരോധ മേഖലയിൽ കരുത്ത് വർദ്ധിപ്പിക്കാനൊരുങ്ങി ഇന്ത്യ 2000 കോടി രൂപയുടെ കരാറിന് പ്രതിരോധ മന്ത്രാലയം അംഗീകാരം നൽകി. ഡ്രോൺ പ്രതിരോധ സംവിധാനങ്ങൾ ഉൾപ്പെടെ വാങ്ങാനാണ് കരാർ. ആർ അച്യുതൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, ഈ ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ സൈനിക ശക്തി വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായുള്ള പലതരത്തിലുള്ള നടപടികളും ആലോചനകളും ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നുണ്ട്. അതിനിടയിൽ ഈ ഡ്രോൺ പ്രതിരോധ സംവിധാനം ശക്തമാക്കാനുള്ള നീക്കം, അതിന്റെ ഭാഗമായുള്ള കരാറിന് പ്രതിരോധ മന്ത്രാലയം അംഗീകാരം നൽകിയിരിക്കുകയാണ്. അതിന്റെ വിശദമായ വിവരങ്ങൾ എങ്ങനെയാണ് അച്യുതൻ? റീജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഈ പ്രതിരോധ മേഖലയുടെ ശക്തി വർദ്ധിപ്പിക്കാനായി നിരവധി കരാറുകൾ ഇതിനോടൊപ്പം തന്നെ രാജ്യം ഏർപ്പെട്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഫ്രാൻസുമായുള്ള വീണ്ടും കൂടുതൽ റാഫേൽ വിമാനങ്ങൾ എത്തിക്കുവാനുള്ള കരാറാണ്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ 2000 കോടി രൂപയുടെ മറ്റൊരു കരാറിനുള്ള അംഗീകാരം പ്രതിരോധ മന്ത്രാലയം നൽകിയിരിക്കുന്നത്. ഇതിൽ ഈ ഒരു കരാറിനുള്ളിൽ വരുന്നത് ഡ്രോൺ പ്രതിരോധ സംവിധാനങ്ങൾ ഉൾപ്പെടെ വാങ്ങാനുള്ള ഒരു കരാറാണ്. അതായത് ലോ ലെവൽ ലൈറ്റ് വെയ്റ്റ് റഡാർ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, പുതിയ ഡ്രോണുകൾ ഉൾപ്പെടെയായിരിക്കും ഈ കരാർ പ്രകാരം വാങ്ങുക. 13 കരാറുകൾക്കാണ് ഈ അംഗീകാരം നൽകിയിരിക്കുന്നത്. അടിയന്തരമായി തന്നെ സേനയിലേക്ക് ഇത്തരം സംവിധാനങ്ങൾ എത്തിക്കുക എന്നൊരു ലക്ഷ്യം കൂടി ഇതിലൂടെ മുൻനിർത്തുന്നുണ്ട്. നേരത്തെ ഈ റഫേലിന്റെ ഇന്ത്യയിൽ അതിന്റെ നിർമ്മാണം, അതിന്റെ ഫ്യൂസ്ലേജ് അടക്കം നിർമ്മിക്കുവാനുള്ള ചില നീക്കങ്ങളും ഇപ്പോൾ ഇതിന്റെ ഭാഗമായി തന്നെ നടക്കുന്നു. അങ്ങനെ രാജ്യത്തിന്റെ പ്രതിരോധ ശേഷി അത് കൂടുതൽ ശക്തിപ്പെടുത്തുന്നുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. റീജിത്ത്, ശരി, ആർ അച്യുതൻ വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്ന്.